പിന്നെ യങ്സ്റ്റേഴ്സിന്റെ ട്രെൻഡ് അല്ലേ നമുക്ക് വേണ്ടത്. ട്രെൻഡ് എന്നോട് എന്റെ തെറാപ്പിസ്റ്റ് പറഞ്ഞു ഹെലന് സന്തോഷം വേണമെന്നാണെന്നുണ്ടെങ്കിൽ മാക്സിമം സ്ട്രെസ് അവോയ്ഡ് ചെയ്യണം. വെറുപ്പിക്കല്ലേ, കാര്യം പറ. നീ പറഞ്ഞോട്ടപ്പാ. പക്ഷെ പുള്ളിക്ക് അറിഞ്ഞൂടല്ലോ എന്റെ സ്ട്രെസ് കാണാൻ ഇത്രയും ക്യൂട്ടാണെന്ന്. നോക്കണ്ട, നിന്നെ തന്നെയാ ഷുട്ടു. ഇവക്കിത് എന്നോട് തുറന്ന് പറഞ്ഞൂടെ? ഇവളെയും കൊതിപ്പിച്ച് കടന്നു കളഞ്ഞാലാ. എനിക്കുണ്ടല്ലോ കുറെ ഇഷ്ടമുള്ള ആളുകള് എന്റെ അടുത്തില്ലെങ്കിൽ കൂടിയും അവരെന്താ ചെയ്തോണ്ടിരിക്കുന്ന കാര്യം എനിക്ക് അറിയാൻ പറ്റും. അറിഞ്ഞെന്നാ അന്നാണോ പറഞ്ഞത്? ഞാൻ അറിഞ്ഞിട്ടില്ലല്ലോ. എന്റെ ചുറ്റുമണി ഇപ്പൊ റീൽ കണ്ടോണ്ടിരിക്കല്ലേ. പെണ്ണെ നീ നിർത്തിക്കോ. പാവല്ലടാ, പാവാന്ന്. ഇടയ്ക്കടുത്ത് കൊഞ്ചിക്കാൻ തോന്നും, ഇടയ്ക്കടുത്ത് നിലത്തടിക്കാൻ. എല്ലാരും പറയാറുണ്ട് ടൈം എല്ലാം ഹീൽ ചെയ്യും, സമയം വായിക്കാത്ത മുറിവുകളില്ലാന്നൊക്കെ. എനിക്ക് സമയത്തെക്കാളും വേഗം എന്നെ ഹീൽ ചെയ്തതും എന്നെ മുറിവുകൾ ഉണക്കിയതും എന്റെ ചിരിയാ ചുറ്റുമാണ്. സത്യം. ഇവിടെ ഒരു കുരിശിരിപ്പുണ്ടായിരുന്നു, അത് അവിടെ തന്നെ ഉണ്ടോ അതോ ഈ കുടയിൽ വന്ന് വലിഞ്ഞു കയറിയോ നോക്കിയതാ. ഹായ് ഷുട്ടു, ന്യൂ ഇയർ ഒക്കെ അല്ലേ? എന്റെ കുട്ടി രാത്രിയിൽ കള്ളൊന്നും കുടിച്ചിട്ട് എവിടെയും പോയി മറിഞ്ഞടിച്ച് വീടരുത് കേട്ടോ. കുറച്ചുകൂടി ഇമോഷൻസ് വരട്ടെ അഭിയേട്ടാ. കം ഓൺ, ഇമോഷൻസ്. വണ്ടിയൊക്കെ ഓടിക്കുമ്പോ സൂക്ഷിച്ച് ഓടിക്കണം. കള്ളു കുടിച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി എടുക്കരുത് കേട്ടോ. ഹായ് ഷുട്ടു. കേട്ട് കേട്ട് ഞാൻ മടുത്തു. ഒരു മിനിറ്റ് വായി നാക്കി കിടക്കത്തില്ലെന്നേ, ഭയങ്കര വായാടിയാ. ആ വായാടിയ ജോപ്പനങ്ങ് പിടിച്ചു എന്നാ തോന്നുന്നു. ഒന്ന് പോകുന്നു മോളെ. കിടന്നുറങ്ങുന്ന സമയത്ത് പേടിപ്പിക്കുന്ന സ്വപ്നം കാണാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയാമോ? എന്നെ ഓർത്തോണ്ട് കിടന്നുറങ്ങിയാൽ മതി. താൻ ഏത് കാലഘട്ടത്തിലാ ജീവിക്കുന്നത്? കുറച്ചെങ്കിലും മെച്യൂരിറ്റി ഉണ്ടാവണം. എനിക്ക് ഷുഗർ ലോ ആയിരുന്നു. അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു എന്തായിരുന്നു എന്റെ ഷുഗർ കുറയാനുള്ള കാര്യം. എന്റെ പഞ്ചാര ഈ വീഡിയോ കണ്ടോണ്ടിരിക്കല്ലേ, പിന്നെ എങ്ങനെ എന്റെ ഷുഗർ കുറയാതിരിക്കും? ഇനി ഒരടി മുന്നോട്ട് വെക്കണമെങ്കിൽ നിന്റെ വായ അടച്ച് വെക്കണം. ആളുകളെ വെറുപ്പിക്കുന്നതിന് ഒരു പരിധി ഉണ്ടെന്ന് ഇന്ന് എനിക്ക് മനസ്സിലായി. എന്റെ ഷുട്ടുവിന്റെ സന്തോഷല്ലേ എനിക്ക് വലുത്. ഒന്ന് പോ ചേച്ചി, നമുക്കിത് വർത്താനൊക്കെ പറഞ്ഞിരിക്കും. എനിക്ക് കുറച്ച് ധൃതിയുണ്ട്. എന്നാ ഞാൻ വീട്ടിലോട്ട് വരാം. ഞാനൊരു ടൂർ പോവാ, 6 മാസം കഴിഞ്ഞേ വരും. ഈ ഒരു അവസ്ഥയിൽ എങ്ങോട്ടാണ് ഇവരുടെ ഒരു പോക്ക്? സബ്സ്ക്രൈബ് ചെയ്തിട്ട് വരാം.